ജീവിക്കാനൊരു മോഹമൊക്കെ തോന്നുന്നുണ്ട്, നിങ്ങൾക്കെന്നെ കൊല്ലാതിരുന്നുകൂടെ എന്ന് ഒരു ഡയലോഗ് മോഹൻലാലിൻ്റെ ചിത്രത്തിൽ പറയുന്നതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട രേണുസുതിയെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അവരെപ്പറ്റി എല്ലാ കഥകളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് അവരുടെ ജീവിതം ഇല്ലാതാക്കിയ കുറേ പത്രപ്രവർത്തകർ, ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ, നിങ്ങൾ എന്ത് നേടി? ആ കുട്ടിയുടെ ജീവിതം ഇല്ലാണ്ടാക്കിയപ്പോൾ അവസാനം അവർക്ക് വയ്യാത്ത ഒരു അവസ്ഥയിൽ വരെ എത്തിച്ചില്ലേ? അവരുടെ ഈ വലിയ വേദന പോലും അവർ മറച്ചു വെച്ചുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും അവർ സ്വയം ചിരിക്കുകയും ചെയ്തപ്പോൾ അവരുടെ ഉള്ളിൽ എന്തും വേണ്ടി വേദന ഉണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങളിങ്ങനെ അവരുടെ പിറകെ നടന്ന് ശല്യപ്പെടുത്തിയത്? നിങ്ങളൊന്ന് പിറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിങ്ങളുടെ വീട്ടിലുള്ളവർക്കിടെ പിന്നിലാണ് ഇങ്ങനെ നടന്ന് ശല്യപ്പെടുത്തുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും മാനസികാവസ്ഥ ഉണ്ടാകുക? വളരെ ലജ്ജാകരമായ രീതിയിലാണ് നമ്മുടെ മലയാളികളുടെ ഓരോ രീതിയിലുള്ള പെരുമാറ്റവും കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. വളരെ ലജ്ജാപരം. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പരിപാടിയാണ് ഈ പിറകെ നടന്ന് ശല്യപ്പെടുത്തുന്നതും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറുന്നതും. അവർ എന്ത് ചെയ്യണം, ഏത് ജോലി ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവരല്ലേ? നിങ്ങൾ മഞ്ഞപ്പത്രക്കാരാണോ? ഓൺലൈൻ മാധ്യമക്കാരാണോ? നിങ്ങളാണ് അവർക്ക് ഭക്ഷണവും അവർക്കുള്ള പാർപ്പിടവും അവർക്കുള്ള വസ്ത്രവും കൊടുക്കുന്നത്? അല്ലല്ലോ. നിങ്ങളെന്തിനാണ് അവരുടെ പിറകെ നടന്ന് ശല്യപ്പെടുത്തുന്നത്? ഇതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ള ഒരു കാര്യമായി പോയി എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അവരുടെ ഫോട്ടോയ്ക്ക് ചിലതിനൊക്കെ ഞാനും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ആ സ്ത്രീയെ വെറുതെ വിടൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ. അവർക്ക് അനുകൂലമായിട്ടല്ലാതെ ഞാനൊരു കമൻറ്റും ചെയ്തിട്ടില്ല. അവരെ ഇനിയെങ്കിലും നിങ്ങൾ വെറുതെ വിടൂ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരുവാനായിട്ട് പ്രാർത്ഥിക്കുക. അവരെങ്കിലും എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, അവർ ജോലിയെടുത്ത് ജീവിക്കട്ടെ. അവർ അഭിനയിക്കുമോ അഭിനയിക്കാതിരിക്കുമോ അതൊക്കെ അവരുടെ ഒരു രീതിയല്ലേ? എന്തിനാണ് അവരുടെ പിറകെ നടന്ന് നിങ്ങൾ ശല്യപ്പെടുത്തുന്നത്? അവർക്ക് ജീവിക്കുവാനുള്ള മോഹം ഇപ്പോഴുണ്ട്. ആ മോഹം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് അവർക്ക് ആവശ്യം. നിങ്ങളുടെ ഒരു രൂപ പോലും അവർക്ക് വേണ്ട. അവർക്കൊരു വീട് വെച്ച് കൊടുത്ത അവർ പോലും ഇതിനു മുമ്പ് തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അനുകൂലമായിട്ട് വന്നുകൊണ്ട് ഞാൻ കേൾക്കുന്നു, അറിയില്ല. എങ്കിൽ തന്നെ പ്രിയ സഹോദരി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ രോഗങ്ങളും മാറട്ടെ. നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങളെ തടയാൻ ഒരു മനുഷ്യരും വരികയില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളെ തടയാൻ വരുന്നവരെ അതൊന്നും നിങ്ങൾ വകവെക്കാതെ നിങ്ങൾ പോരാടി മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് എല്ലാ പിന്തുണയും എൻ്റെ ഭാഗത്തുനിന്നും എൻ്റെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിറകെ നടന്ന് ശല്യപ്പെടുത്തുന്നവരെ തീർച്ചയായിട്ടും നിങ്ങൾ പരാതിപ്പെട്ട് പോലീസിനോട് പറഞ്ഞ് തീർച്ചയായിട്ടും അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിറകെ നടന്ന് ശല്യപ്പെടുത്തുന്നവരെ ഒരു കാരണവശാലും ന്യായീകരിക്കുന്നില്ല ഞാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പെൺകുട്ടിയെ വെറുതെ വിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ